ഇപ്പോൾ കെ രമ MLA ഗവർണറെ കാണാനായി വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളോട് അവർ സംസാരിക്കുകയാണ്. നമ്മൾ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇതിനിപ്പം റെമിഷൻസ് കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ച നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിനെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒപ്പിടരുത് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നമ്മുടെ കേസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ ഡീറ്റെയിൽസും ഗവർണറുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗവർണർ പറഞ്ഞത് ഹൈക്കോടതിയുടെ വിധി വളരെ ക്ലിയറാണ്. ഒരു കാരണവശാലും 20 വർഷത്തിനുള്ളിൽ അവർക്ക് റെമിഷൻസ് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അത് വരുന്ന പ്രശ്നമില്ല, വന്നാലും ഒപ്പിടുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത്. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, ഇതിനകത്ത് മറ്റൊരു നീക്കവും നടക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പ്രതിപക്ഷം കൂടി ആലോചിച്ചുകൊണ്ട് എന്താണ് അതിനെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിച്ച് ചെയ്യാം. പ്രതിപക്ഷ നേതാവും കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്ന ആവശ്യവുമായി കെ രമ MLA ഗവർണറെ കാണുകയായിരുന്നു. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഗവർണർക്ക് കേസിന്റെ എല്ലാ വിശദാംശങ്ങളും അറിയാമെന്നും ഹൈക്കോടതി വിധി അതെന്തു തന്നെയാണെങ്കിലും അത് ഹൈക്കോടതി ഉത്തരവായിരിക്കും നടപ്പാക്കുക എന്നുമാണ് ഗവർണർ പറഞ്ഞത് എന്നാണ് കെ രമ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ കെ രമ MLA രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്ന ആവശ്യം ഉന്നയിച്ചാണ് കെ രമ ഗവർണറെ കാണാനായി എത്തിയത്. യാതൊരു തരത്തിലുള്ള ആശങ്ക വേണ്ട എന്നും ഹൈക്കോടതി വിധി എന്താണോ ഉത്തരവ് എന്താണോ അത് നടപ്പാക്കുമെന്നും TP കേസിനെ കുറിച്ച് തനിക്ക് എല്ലാ വിശദാംശങ്ങളും അറിയാമെന്നും ഗവർണർ തന്നോട് വ്യക്തമാക്കിയെന്നാണ് കെ രമ പറയുന്നത്. ഒരു ശിക്ഷാ ഇളവും പ്രതികൾക്ക് ലഭിക്കില്ല എന്നും ഗവർണർ ഉറപ്പ് നൽകിയെന്നും കെ രമ പറയുന്നു. വിവരങ്ങളുമായി PS അനുരാഗ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അനുരാഗ്, കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ വളരെയധികം വിവാദവും ചർച്ചയുമാവുന്ന ഒരു വാർത്തയാണ് TP കേസ് പ്രതികൾക്ക് ഇളവ് എന്നുള്ളത്. അതിൽ ജയിൽ സൂപ്രണ്ടും ജയിൽ മേധാവിയും ഒക്കെ രണ്ട് തട്ടിലായ ഒരു സംഭവമാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊഴിഞ്ഞ ഒരു വിഷയം. ഇപ്പോൾ കെ രമ MLA നേരിട്ട് ഗവർണറെ കണ്ട് ഇക്കാര്യത്തിൽ തൻ്റെ ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കെ രമ ഇപ്പോൾ പറഞ്ഞത്? നിയമസഭയിൽ വെച്ച് തന്നെ കെ രമ MLA വ്യക്തമാക്കിയതാണ് ഈ കേസിൽ TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകാനാണ് ഗവർണറുടെ മുന്നിൽ രാജ്ഭവനിൽ ഇപ്പോൾ കെ രമ എത്തിയത്. ഗവർണറെ കണ്ടു, ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു എന്നാണ് അവർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ കത്തും കൈമാറി. പ്രധാനമായും ഈ ഒരു അപേക്ഷ വന്നാൽ, ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ വന്നാൽ അതിൽ ഒപ്പിടരുത് എന്നാണ് താൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഒപ്പിടില്ല എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഉറപ്പായി ഗവർണർ നൽകി എന്നുള്ള കാര്യം ഇപ്പോൾ കെ രമ വ്യക്തമാക്കുന്നു. വിശദീകരിക്കേണ്ടി തന്നെ വന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഗവർണർക്ക് തന്നെ അറിയാമെന്ന കാര്യമാണ് കെ രമ പറയുന്നത്. നേരത്തെ തന്നെ CPM-നെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണം തന്നെ നിയമസഭയിൽ വെച്ച് കെ രമ പറഞ്ഞു. പ്രതികൾക്ക് CPM വലിയ രീതിയിലുള്ള സംരക്ഷണമാണ് നൽകുന്നത്. 5 സ്റ്റാർ സൗകര്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ജയിലിൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ മേൽ ഒരു പൊടി മണ്ണ് വീണാൽ എങ്ങനെയാണ് CPM നേതാക്കൾക്ക് നോവുക എന്നടക്കമുള്ള കാര്യങ്ങൾ CPM-നെതിരെ ചോദ്യമായി തന്നെ കെ രമ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഗവർണറെ രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയും ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗവർണറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഉറപ്പ് തന്നെ കിട്ടി. തന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഫയൽ വന്നാൽ ഒപ്പിടില്ല എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പായി തന്നെ ഗവർണർ നൽകി എന്നുള്ളതാണ് കെ രമ MLA വ്യക്തമാക്കുന്നത്. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്നാവശ്യപ്പെട്ടാണ് കെ രമ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാജ്ഭവനിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. തന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഫയൽ വന്നാൽ ഉറപ്പായും ഒപ്പിടില്ല എന്നുള്ള ഉറപ്പ് കെ രമയ്ക്ക് ഗവർണർ നൽകിയെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ആ വിവരങ്ങളാണ് VS അനുരാഗ് നൽകിയത്.